ലോകസ്ഥാപനത്തിനും മുമ്പേ നമ്മുടെ രക്ഷയ്ക്കായി തൻ്റെ ഏകജാതനെ മുൻനിയമിച്ച പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ വീണ്ടെടുപ്പിനായി തന്നെത്താൻ ക്രൂശിൽ യാഗമാക്കിയ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. ഒരു ആഴ്ചയുടെയും കൂടെ അവസാനം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് വിവിധ ന്യായവിധികൾ എന്ന വിഷയമായിരുന്നു. അതിനാധാരം പല ഭാഗങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലായി നമ്മൾ എടുത്തത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യം വായിക്കാമല്ലോ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. താങ്ക് യു രാജു ബ്രദർ. നമ്മൾ ഈ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞ് കേൾക്കുകയാണ്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അതിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരവും കൊടുത്തു. അപ്പോൾ വേറെ പല ഭാഗങ്ങളിലും നമ്മൾ ന്യായവിധിയുടെ വിഷയങ്ങളെ പറ്റി കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഈ വാക്യം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പല വാക്യങ്ങൾ വേറെയും ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ആ വാക്യത്തിൽ ന്യായവിധി എന്നൊരു പദം ഉണ്ടെന്നേ ഉള്ളൂ. ആ പദം നമ്മൾ അപഗ്രഥിച്ചുകൊണ്ട് മുമ്പ് നടന്ന ചരിത്രത്തിൽ നിറവേറിയ അതിപ്രധാന ന്യായവിധിയായ പാപത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വയവിധി, അതുപോലെ ബാലശിക്ഷ എന്നിവയെക്കുറിച്ചും മേലിൽ സംഭവിപ്പാനിരിക്കുന്ന 5 തരം ന്യായവിധികളെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന 5 ന്യായവിധികളിൽ 3-ാമത്തേതാണ് ഇപ്പോൾ നാം നോക്കുന്നത്. വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ന്യായവിധിയും ജീവിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ന്യായവിധിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. 3-ാമത്തേതായിരുന്നു നമ്മുടെ വിഷയം, ജാതികളുടെ ന്യായവിധി. അതും ജീവിച്ചിരിക്കുന്ന ജാതികളുടെ, മരിച്ചവരുടേത് വരുന്നതേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന ജാതികളുടെ ന്യായവിധി. ഇത് എല്ലാ ജാതികളും ഉൾപ്പെടുമോ, അതോ ഏതെങ്കിലും ഒരു വംശമോ ജാതിയോ മാത്രമേ ഉള്ളൂ, അതോ ഭൂമിശാസ്ത്രപരമായി ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന ജാതികൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും നമുക്ക് ബൈബിളിൽ നിന്ന് വ്യക്തമായ ധാരണ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ അനുമാനങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് ഈ വിഷയത്തെ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ഇത് ജാതികളുടെ ന്യായവിധി, ഈ ന്യായവിധിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ ഐക്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ അത് ഒരു തെറ്റോ അത് വേദപുസ്തകത്തിന്റെ അവിശ്വാസ്യതയോ ഒന്നുമല്ല. ബൈബിൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, മാറ്റിക്കൂടാത്ത കാര്യങ്ങളെ വ്യക്തതയോടെ നമ്മോട് പറയുന്നുണ്ട്.
അങ്ങനെ പറയുന്ന വിഷയങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൂടാ. അവയെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, അടിസ്ഥാന വേദ ഉപദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. അടിസ്ഥാന വേദോപദേശങ്ങൾ ബൈബിളിൽ വ്യക്തമാണ്, കൃത്യമാണ്. അതിൽ തിരിമറികൾ പാടില്ല. അത് ബൈബിൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ വിശ്വസിക്കണം, അനുസരിക്കണം. എന്നാൽ ബൈബിൾ അങ്ങനെ തറപ്പിച്ചു പറയാത്ത കാര്യങ്ങൾ, അതിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, ആ സ്വാതന്ത്ര്യം നമ്മൾ ദുഷ്ടതയ്ക്ക് മറവാക്കരുത്. 2, ബലഹീന സഹോദരങ്ങൾക്ക് ഇടർച്ചയ്ക്കും കാരണമാകരുത്. മനസ്സിലായോ? There are doctrines in the Bible which are very fundamental to our salvation. They are ought to be literally obeyed and observed. In no way anybody can change it, alter it. In no way. And they are the fundamental teachings. Fundamental teachings. But there are other things. Bible is not specific. On those subjects, we have the freedom to believe. To believe. In either way. In either way. But 2 things. That freedom should not be used for wickedness. And second, that freedom should not offend another brother. It should not be offensive. And also, that should not be a shade for wickedness. ദുഷ്ടതയ്ക്ക് മറവാകാതെയും മറ്റുള്ള സഹോദരങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതെയും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ വിശ്വസിക്കുവാൻ കഴിയും. എന്ത് വിഷയങ്ങളെ? വേദപുസ്തകം ഇന്നതാണെന്നും പറഞ്ഞ് നമ്മെ പഠിപ്പിക്കാത്ത വിഷയങ്ങളെ. അതിലൊന്നാണിത്. ഈ ജാതികളുടെ ന്യായവിധി, അല്ലെങ്കിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ മനുഷ്യരെ വേർതിരിച്ചുള്ള ന്യായവിധി. അതുമല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടുള്ള ന്യായവിധി. ഇങ്ങനെ വിവിധ പേരുകൾ ഇതിനുണ്ട്. അപ്പോൾ ഈ ന്യായവിധിയിൽ ജാതികളെ വിധിക്കും എന്ന് നമ്മൾ കാണുന്നു. ജാതികളെ വിധിക്കും എന്ന് നാം കാണുന്നു. എന്നാൽ ഏതെല്ലാം ജാതികളെയാണ് എന്ന് നമുക്ക് വ്യക്തതയോടെ ബൈബിൾ പഠിപ്പിച്ചു തരുന്നില്ല. അതുകൊണ്ട് വ്യാഖ്യാനം പലതരത്തിൽ വ്യത്യസ്തമായേക്കാമെന്ന് മാത്രം. അപ്പോൾ ജാതികളെ കർത്താവിൻ്റെ അടുക്കൽ കൂട്ടുന്നതിനെ കുറിച്ചാണ് നാം കാണുന്നത്. അത് നമ്മൾ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടു. സഖരിയ പ്രവചനത്തിൽ നിന്നും നാം അത് വ്യക്തതയോടെ കാണുകയുണ്ടായി. സ്തോത്രം. അപ്പോൾ അതില്
അവരുടെ ന്യായവിധിക്കുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനം അവരെങ്ങനെ യഹൂദന്റെ പീഡനകാലത്ത് അവരെ കരുതി അവരോട് ഇടപെട്ടു എന്നുള്ളതാണ്. അത് സത്യത്തിൽ ഈ തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ ഉടനീളം നമുക്കങ്ങനെ കാണാനായിട്ട് പറ്റും. എന്തിനേറെ പറയുന്നു, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ വംശപാരമ്പര്യത്തിലാണ് ഇസ്രായേൽ ജനത രൂപപ്പെടുന്നത്. ഇസഹാക്ക് പോലും ജനിക്കുന്നതിന് മുമ്പേ അബ്രഹാം ഒരു ചെറിയ കുരുത്തക്കേടൊക്കെ കാണിച്ചായിരുന്നു, 1-2 പ്രാവശ്യം. കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ വെള്ളക്കള്ളം, വൈറ്റ് ലൈ, വെള്ളക്കള്ളം. സ്വന്തം പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൽ അത്ര കണ്ട വിശ്വാസം ഇല്ലാതായതുകൊണ്ടൊക്കെ അദ്ദേഹം ചെയ്തു പോയതാണ്. അതിലൊന്ന്, രണ്ടും ഒരേ സ്വഭാവമുള്ളത് തന്നെയാണ്, 2 സ്ഥലത്തായിരുന്നു എന്ന് മാത്രം. ചെയ്തതെന്താ, തൻ്റെ സുന്ദരിയായ ഭാര്യയെ അന്യദേശക്കാര് തട്ടിയെടുത്ത് ഭർത്താവായ അബ്രഹാമിനെ കൊന്നു തള്ളാതിരിക്കുവാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം. ഞങ്ങള് ഭാര്യയും ഭർത്താവും അല്ല, ആങ്ങളെയും പെങ്ങളുമാണെന്നൊന്ന് പറഞ്ഞേക്കണം. ഭാര്യയോടും പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞൊത്തു. അത് പകുതി സത്യവും പകുതി കള്ളവും. അങ്ങനെ അറിഞ്ഞതിന്റെ പേരിൽ രാജാവ് സാറായെ തൻ്റെ അരമനയിൽ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ആഗ്രഹിതായിരുന്നു, അവന്റെ പെങ്ങളല്ലേ, എന്നാൽ പിന്നെ ഇത്ര സുന്ദരിയായ ഒരു സ്ത്രീയെ എൻ്റെ ഭാര്യയാക്കാം എന്ന് രാജാവിന്റെ സ്വാതന്ത്ര്യത്തിന് കൊണ്ടുപോയതാണ്. പക്ഷേ സംഭവിച്ചതെന്താ, ഇത് നിമിത്തം രാജഗൃഹത്തെ മുഴുവനും ദൈവം ബാധിച്ചു. അന്ന് ഇസ്രായേൽ ഉണ്ടായിട്ടില്ല, അബ്രഹാമിന് ഇസഹാക്ക് പോയിട്ട് ഇസ്മായേൽ പോലും ജനിച്ചിട്ടില്ല. പക്ഷേ അറിയാതെയായിരുന്നിട്ടുകൂടെ, അബ്രഹാമിന്റെ തെറ്റുകൊണ്ടായിരുന്നിട്ടുകൂടെ സാറായെ സ്വന്തമാക്കാൻ ശ്രമിച്ച രാജ്യത്ത് മുഴുവൻ ദൈവം ശിക്ഷ അയച്ചു. പറഞ്ഞു വന്നത്, അവരോട് ദൈവം ഇടപെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അബ്രഹാമിനോടും കുടുംബത്തോടും അവരെങ്ങനെ ഇടപെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ മിസ്രയീം, ഈജിപ്റ്റ്, ഇസ്രായേൽ അവരോട് ചെന്നു. 400 വർഷമായി യോസെഫിനെ അറിയാത്ത ഒരു പുതിയ ഫറവോൻ വന്നു. ഒക്കെ ശരിയാ. പക്ഷേ ഇപ്പോൾ ദൈവം ഫറവോനെ ശിക്ഷിക്കുക. ഇതുവരെ ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് അറിയായിരുന്നു, ഇത് പുറപ്പാട് പുസ്തകത്തിലേക്ക് അറിയാം. ഇപ്പോൾ ദൈവം മിസ്രയീമിനെ ശിക്ഷിക്കുന്നു. എന്താ പ്രധാന കാരണം? അവർ ഇസ്രായേലിനോട് എങ്ങനെ ഇടപെട്ടുവോ അതിനനുസൃതമായി ദൈവം അവരോടും ഇടപെടുന്നു. ഇപ്പൊ പറഞ്ഞു വന്നത് കാര്യം മനസ്സിലായോ? ഇസ്രായേലിന്റെ ഫോർമേഷൻ, രൂപീകരണത്തിന് മുൻപ് മുതലേ അവർ ദൈവത്തിന്റെ പ്രത്യേക ജനതയാണ്. അബ്രഹാമിന് ഇസഹാക്ക് പോലും ജനിച്ചിട്ടില്ല. അന്നും ഇസ്രായേലിനെ ജനിപ്പിക്കേണ്ട
അബ്രഹാം ഇസഹാക്കുമാരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും അന്നത്തെ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുവാൻ ദൈവം കാരണമാക്കിയെങ്കിൽ പിൽക്കാലത്തും എപ്പോഴും നാം കാണുന്നത് മറ്റുള്ളവർ ഇസ്രായേലിനോട് എങ്ങനെ ഇടപെടുന്നുവോ അതിനനുസൃതമായി ദൈവം ആ ജാതിയോടും ആ ജനതയോടും ഇടപെടുന്നു. ഇവിടെ അതിൻ്റെ ഒരു ക്ലൈമാക്സ്, ഒരു ഉച്ചകോടിയാണ് സംഭവിക്കുന്നത്. ഉച്ചകോടിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ഇന്നലെ മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ മത്തായി 25-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതൊക്കെയും എനിക്ക് വേണ്ടിയാകുന്നു ചെയ്തത്. മറ്റേ കൂട്ടരോട്, ഇടത്തുള്ളവരോട് നേരെ തിരിച്ചും പറയുന്നു. അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴാ നിന്നെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അങ്ങേക്ക് വേണ്ടി ഇതൊന്നും ചെയ്യാതിരുന്നത്? സ്തോത്രം. 25-ാമത്തെ അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം, 39-ഉം 40-ഉം, 39 and 40. And when did you see you, when did we see you sick or in prison and visit you? And the king will answer them, truly I say to you, as you did it to one of the least of these my brothers, you did it to me. ഇനിയും അതിന്റെ 44 and 45, 44-ഉം 45-ഉം കൂടെ വായിച്ചു. Then they also will answer, saying, Lord, when did we see you hungry or thirsty or a stranger or naked or sick or in prison and did not minister to you? Then he will answer them, saying, truly I say to you, as you did not do it to one of the least of these, you did not do it to me. സ്തോത്രം. ആദ്യമേ കർത്താവ് പറഞ്ഞത്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു. ഇടത്തുള്ളവരോട് പറയുന്നു, നിങ്ങൾ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാതിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് അവർക്ക് ന്യായം വിധിക്കുന്നത്. അത് നമ്മൾ കണ്ടു. അക്ഷരികമായ അർത്ഥം ഇതാണെങ്കിലും നാമുമായും അതിന് ബന്ധമുണ്ട്. നാമും എന്ത് ചെയ്യണം? ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിക്കണം. സ്തോത്രം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള സഹായം ദൈവം എൻ്റെ പക്കലാണ് ഏൽപ്പിച്ചേക്കുന്നത്. എൻ്റെ ആവശ്യത്തിനുള്ളത് നിങ്ങളുടെ പക്കലും. തമ്പുരാന്റെ പരിപാടി ഇങ്ങനെ. അപ്പൊ എൻ്റെ കയ്യിലുള്ളത് സത്യത്തിൽ എനിക്കുള്ളത് അല്ല. അതിൽ നിന്നൊന്നും എടുക്കാൻ ഒക്കത്തില്ലെന്നില്ല. എടുക്കാം. എന്തുമാത്രം? മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. How much we need. Yes. How much we need. ഞാൻ അന്ന് പറഞ്ഞൊരു ഉദാഹരണം ഒരിക്കൽ ഡോക്ടർ മുരളീധരൻ പറഞ്ഞു കേട്ടതാ. ഒരു മിഷണറി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഉദാഹരണമായിരുന്നു. ഒരു ടാങ്കിന്റെയും
പൈപ്പിന്റെയും ടാപ്പിന്റെയും. ഈ ടാപ്പിന് എപ്പോഴും പരാതിയാ. ഞാനൊന്ന് അടയാൻ സമ്മതിക്കത്തില്ല. അതിനു മുമ്പ് ആരെങ്കിലും ബക്കറ്റും കൊണ്ടുവരും. എനിക്കിതിനേ ഉള്ളൂ നേരം. എന്നാൽ ഞാനൊന്ന് എനിക്ക് വേണ്ടി സംഭരിച്ചു വെച്ചു എന്ന് വരുമ്പോഴത്തേക്കിനും അടുത്ത ആള് വരും, അതും കൂടെ കൊടുക്കും. ഭയങ്കര പരാതി, ഈ ടാപ്പിന്റെ ഭയങ്കര പരാതി. അപ്പോഴെ ചോദിച്ചത്, പിന്നെ എനിക്ക് എന്തോ ഉണ്ടെന്നത്. പറഞ്ഞു, നീ ടാപ്പിന്റെ ഉത്തരവാദിത്വം തന്നെ, ടാപ്പിന്റെ വാൽവ്, ടാപ്പിന്റെ കടമ തന്നെ തുറന്ന് മറ്റുള്ളവരെ നിറയ്ക്കുക എന്നുള്ളതാണ്. ആളില്ലാത്തപ്പോഴേ, ബക്കറ്റ് നിന്റെ കീഴിൽ ഇല്ലാത്തപ്പോഴേ നിനക്ക് അടഞ്ഞിരിക്കാൻ അനുവാദമുള്ളൂ. അപ്പൊ ചോദിച്ചു, പിന്നെ എനിക്ക്? അപ്പം പറഞ്ഞത്രേ, പൈപ്പ് അകത്തു നിന്നും നീ നനയാതെ പുറത്തിരിക്കുന്നവന്റെ ബക്കറ്റ് നിറയ്ക്കാൻ പറ്റുമോ? ഇല്ല. So your portion is that which wets you. നിന്നെ നനയ്ക്കുന്ന അത്രയുമാണ് നിന്റെ അവകാശം. അത് നിനക്ക് ആദ്യം തന്നിരിക്കും. അത് തന്ന് നീ നനഞ്ഞ ശേഷമേ ബാക്കിയുള്ളത് ഒഴുക്കി കൊടുക്കാൻ പറ്റും. ഇതുപോലെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാവിധ നന്മകളും. നമുക്കതിൽ നിന്ന് നനയാനുള്ളത് എടുക്കാം. അതിനെയാണ് നമ്മൾ നമ്മുടെ നീഡ്, നമ്മുടെ നെസസിറ്റി, നമ്മുടെ ആവശ്യകത എന്നൊക്കെ വിളിക്കുന്നത്. ബാക്കി നമ്മൾ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കണം, ഒഴുക്കിക്കൊണ്ടേയിരിക്കണം. അത് സുവിശേഷകർക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അകന്ന ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പിന്നെ ലോകക്കാരുടെ പോലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതൊക്കെ ഉപയോഗിക്കണം. സ്തോത്രം. ആവർത്തിക്കണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം നാം ഈ നിലയിൽ വിനിയോഗിക്കണം. എങ്കിലാണ് നമുക്ക് നിത്യതയിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മത്തായി 6-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇന്നും നമുക്ക് രക്ഷിക്കപ്പെടാനായിട്ടല്ല, പാപമോചനത്തിന് വേണ്ടിയല്ല, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നന്മ ചെയ്യുന്നവർ നാം ആയിരിക്കണം. നന്മ ചെയ്യുവാനും അതിഥി സൽക്കാരം കാണിക്കുവാനും നാം മറക്കരുത്. നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് ജാതികളുടെ ന്യായവിധിയാണ്. അവരെ ന്യായം വിധിക്കുന്നതിനുള്ള അടിസ്ഥാനം ഇസ്രായേലിനോടുള്ള മഹാപീഡന കാലത്തെ അവരുടെ സമീപനമാണ് എന്നതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, നമുക്കും ഇതിൽ നിന്നുള്ള പാഠമാണ് നാം നോക്കുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം, 13:16 ഹീബ്രൂസ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. പതിനഞ്ചാമത്തെ വാക്യത്തിൽ മറ്റൊരു യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ആ യാഗത്തെക്കുറിച്ച് നമ്മൾ വാതോരാതെ പറയാറുണ്ട്, പ്രത്യേകിച്ച് പ്രസംഗകരും പാട്ടുകാരും. അധരഫലമെന്ന സ്തോത്രയാഗം. പറ, വാ തുറന്നു പറ, ഉച്ചത്തിൽ പറ. ഇന്നിപ്പം നിനക്ക് ശബ്ദം എടുക്കാം, നാളെ ICUവിൽ കിടന്നാൽ എടുക്കാൻ പറ്റുമോ? പറ. ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാറുണ്ട്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക, അപ്പൊ എത്രയും ശബ്ദമെടുക്കുന്നു അത്രയും അനുഗ്രഹം കിട്ടുമെന്നൊക്കെയുള്ള പ്രലോഭനം. നിന്റെ കൂട്ടം നിന്നേക്കാൾ ആരോഗ്യമായിട്ട് നടന്നതാ, ഇന്ന് ആശുപത്രി കിടക്കുന്നു, മൂക്കിലും വായിലും എല്ലാം പൈപ്പിട്ടിരിക്കുക. നിനക്ക് ആ ഗതി വരണ്ടായെങ്കിൽ ഇപ്പം വാ തുറന്ന് സ്തോത്രം ചെയ് എന്ന് പേടിപ്പിക്കുന്നത് ഇതൊക്കെ ഉണ്ട്. എന്നാൽ തൊട്ടടുത്ത യാഗങ്ങളെ കുറിച്ച് ആരും സാധാരണ പറയാറില്ല. അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിപ്പിക്കാൻ വളരെ സുഖ. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പം നിങ്ങളെ കൊണ്ട് 10 എണ്ണം അർപ്പിപ്പിക്കാൻ ഞാൻ ജയിച്ചാൽ എൻ്റെ പ്രസംഗവും ജയിച്ചു. പക്ഷേ ഇവിടെ പറയുന്ന യാഗം എന്താണ്? സ്തോത്രം. നന്മ ചെയ്യുക. നന്മ ചെയ്യുക ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. കൂട്ടായ്മ കൂട്ടായ്മ കാണിക്കാൻ. കൂട്ടായ്മ കാണിക്കുക. ഇംഗ്ലീഷിൽ എങ്ങനെ അത്? 16. To share what you have. ഓക്കെ, ടു ഷെയർ വാറ്റ് യു ഹാവ്. കൂട്ടായ്മ കാണിക്കുക എന്നും മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പം യോഗത്തിന് പോകുന്നതാണെന്ന് തെറ്റിദ്ധരിക്കാനിടയുണ്ട്. കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അതാണല്ലോ, യോഗത്തിന് പോവുക അല്ല. ഇവിടെ കൂട്ടായ്മ കാണിക്കുക, ടു ഷെയർ വാറ്റ് യു ഹാവ്. നിങ്ങൾക്കുള്ളത് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക. എനിക്കുള്ളത് ഇല്ലാത്തവനുമായിട്ട് പങ്കിടുക. ക്രിസ്തീയ ജീവിതമാണിത്. ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഉച്ചത്തിൽ കൈയടിച്ച് തുള്ളിച്ചാടി അന്യഭാഷകളിലോ അല്ല ദൈവം നൽകുന്ന മറ്റേതെങ്കിലും ഭാഷകളിലോ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ദൈവപ്രസാദം ലഭിക്കുന്നത് ഈ വകയാഗത്തിലാണ്. നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. ഷെയർ വാട്ട് യു ഹാവ് വിത്ത് പീപ്പിൾ ഹു ഡു നോട്ട് ഹാവ്. അതുകൊണ്ടായിരുന്നല്ലോ തങ്ങളുടെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകനും ശുശ്രൂഷയുടെ ആദ്യഘട്ടങ്ങളിൽ യേശുക്രിസ്തുവും ജനത്തെ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചേ? 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. സ്തോത്രം. നാമും ദൈവസന്നിധിയിൽ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ഈ നിലയിൽ നന്മ ചെയ്യുന്നവരും കൂട്ടായ്മ കാണിക്കുന്നവരുമായിരിക്കണം. ഈ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാണമല്ലോ. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ ന്യായവിധിയെക്കുറിച്ചുള്ളതും വിടാം. 4-ാമത്തേതിലേക്ക് വരാം. അതാണ് ദൂതന്മാരുടെ ന്യായവിധി. ജഡ്ജ്മെന്റ് ഓഫ് ദ ഏഞ്ചൽസ്.
better understanding is the fallen angels. ഒന്ന് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ ആദ്യവാക്യങ്ങളാണ് ഇതിന് ആധാരമായിരിക്കുന്നത്. നമ്മൾ റെഫറൻസും എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. കൊരിന്ത്യ ദൈവസഭയോട് പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 1, 2, 3 വാക്യങ്ങളിലാണ്. പ്രത്യേകിച്ച് 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. വൺസ് അഗൈൻ, 1 Corinthians 6:3. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് മതി. നിങ്ങൾ ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് ക്രിസ്ത്യൻസിനോടാ പറയുന്നത്, സഭാംഗങ്ങളോടാ പറയുന്നത്, യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ദൂതന്മാരെ വിധിക്കും. അതാണ് നമ്മൾ വെളിപ്പാട് 2:20-4 കാണുന്നത്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരുന്നവർക്ക് ന്യായവിധിക്കുള്ള അധികാരം നൽകപ്പെട്ടു. ഇവിടെയും നമുക്ക് വേറെ കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിവിടെ അധിക സമയം നിൽക്കേണ്ടതുമില്ല. ദൈവസഭ ദൂതന്മാരെ വിധിക്കും. ഏതായാലും ദൂതന്മാരെ വിധിക്കണമെങ്കിൽ ആ ദൂതന്മാർ ഏത് ദൂതന്മാരാകാൻ സാധ്യതയില്ല? ഇപ്പോൾ പ്രവർത്തിക്കുന്ന ദൂതന്മാരായിരിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരാകാൻ സാധ്യതയില്ല. ദൈവസഭ ദൂതന്മാരെ വിധിക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് ഏതു ദൂതന്മാരായിരിക്കാൻ സാധ്യതയില്ല? ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരാകാൻ സാധ്യതയില്ല. കാരണം അവർക്ക് ന്യായവിധി ഇല്ല. ഉള്ളതായിട്ടൊരു സൂചനകളുമില്ല. കാരണം പാപം ചെയ്തവർക്കേ, വീണുപോയവർക്കേ ന്യായവിധി ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർക്ക് ന്യായവിധിയില്ല. അക്കാരണത്താൽ തന്നെ നമ്മൾ വിധിക്കും എന്ന് പറയുന്ന ദൂതന്മാർ ഗബ്രിയേൽ, മീഖായേൽ തുടങ്ങിയുള്ള ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ ആയിരിക്കില്ല. പിന്നെ നമുക്കറിയാവുന്നത് ദ ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാർ. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് വീണ്ടും വരുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്നൊരു കൽപ്പനയുണ്ട്. അതന്നെ പ്രശ്നമില്ല. അതും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ട്. എബ്രായർ 1:6 വാക്യത്തിൽ നമ്മൾ കാണുന്ന ഹീബ്രൂസ് 1:6. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. മൊത്തം വാക്യം ഒന്ന് വായിച്ചു. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. ഇത് വിശുദ്ധ ദൂതന്മാരോടുള്ള ബന്ധത്തിലും സത്യമാണ്. യേശുക്രിസ്തുവിനെ വീണ്ടും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ
ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഇത് വിശുദ്ധ ദൂതന്മാരും, കാരണം സ്വർഗത്തിലും ദൂതന്മാർ എന്ത് ചെയ്യുക? നമ്മുടെ ദൈവത്തെ വീണ് നമസ്കരിക്കുക. അതുകൊണ്ട് ഇത് സ്വർഗീയ ദൂതന്മാർക്കും അല്ലെങ്കിൽ വിശുദ്ധ ദൂതന്മാർക്കും ചേരുന്ന കാര്യമാണ് ദൈവത്തെ നമസ്കരിക്കുക, ക്രിസ്തുവിനെ വണങ്ങുക എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ദൂതന്മാരെ വിധിക്കുകയാണ്. ഇവരാരും തെറ്റ് ചെയ്ത ദൂതന്മാരല്ലാത്തത് കൊണ്ട് അവരുടെ മേൽ ന്യായവിധി ഇല്ല. എന്നാൽ ന്യായവിധി ഉള്ള ദൂതന്മാരെന്ന് പറയുന്നത് ദ ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാരാണ്. വീണുപോയ ദൂതന്മാർ. അത് രണ്ട് കൂട്ടരുള്ളതായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. സ്വാതന്ത്ര്യത്തോടെ വിട്ടയച്ചിരിക്കുന്ന ദൂതന്മാരുമുണ്ട്, ചങ്ങലക്കിട്ട് സൂക്ഷിക്കുന്ന ദൂതന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടു തരം ദൂത സംഘങ്ങൾ വീണുപോയ ദൂതന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഈ രണ്ടു കൂട്ടരെയും ദൈവത്തിന്റെ സഭ വിധിക്കാം. സ്തോത്രം. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, അതുകൊണ്ട് വിശദീകരണങ്ങൾ ആവശ്യമില്ല. 2 പത്രോസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കും. ന്യായവിധിക്കായി കാക്കുവാൻ ദൈവം ഏൽപ്പിച്ചു പാപം ചെയ്ത ദൂതന്മാർ. അതുപോലെ തന്നെ നമ്മൾ യൂദായുടെ ലേഖനത്തിൽ നിന്നും 6-ാമത്തെ വാക്യത്തിൽ നിന്ന് കണ്ടിരുന്നു. ജൂഡ് 6 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന് വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് രണ്ടും പാപം ചെയ്തിട്ട് ദൈവം ബന്ധിച്ചിട്ടിരിക്കുന്ന ദൂതന്മാരാണ്, ദ ബൗണ്ട് ഏഞ്ചൽസ്. ന്യായവിധിയുടെ അന്ന് ഇതുങ്ങളെ അഴിച്ച് ചങ്ങലക്കിട്ട് കൊണ്ടുവരും. ആരായിരിക്കും വിധിക്കുന്നത്? വിശുദ്ധന്മാർ. വിശുദ്ധന്മാർ. അതുപോലെ വേറെയും ദൂതന്മാരുണ്ട്. ഇന്ന് സ്വതന്ത്രരായിട്ട് നടക്കുന്ന ആ ദൂതന്മാരെയും നമ്മൾ കർത്താവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വിധിക്കും. അവരുടെ ന്യായവിധിക്ക് അടിസ്ഥാനം അവരുടെ പാപമാണ്, തങ്ങളുടെ പാപം. എന്തൊക്കെ പാപം ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായ അറിവില്ല. ദൂതന്മാർ ചെയ്തതിൽ ഏറ്റവും വലിയ പാപം നമുക്കറിയാമായിരിക്കുമല്ലോ. ദ സിവിയറസ്റ്റ് സിൻ angels committed. ദൈവസിംഹാസനത്തിന് മീതെ എന്ന് വെച്ചാൽ പ്രൈഡ്. ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ ഉയരാനുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് നിഗളമെന്ന പാപത്തെ പിശാചിന്റെ പാപം എന്ന് വിളിക്കുന്നത്. സ്തോത്രം. പിന്നെ അനുബന്ധമായ വേറെ പല പാപങ്ങളും കാണും. പാപം ചെയ്യാൻ മനുഷ്യരെ ഉദ്ദീപിപ്പിച്ചത്,
ദൈവത്തിനെതിരായി കളവ് പറയിപ്പിച്ചത്, വിശുദ്ധന്മാർക്കെതിരായി കളവ് പറയിപ്പിച്ചത്, അസമാധാനം ഉണ്ടാക്കിയത് എന്ന് വേണ്ട സകലവിധ പൈശാചികമായ സ്വഭാവങ്ങൾക്കും വേണ്ടി വിശുദ്ധന്മാർ ഈ ദുഷ്ടലോകത്തെ അഥവാ ദൂത ലോകത്തെ വിധിക്കും. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന് കാണിച്ചു കൊടുത്തത്, ന്യായാസനങ്ങൾ കണ്ടു, അതിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരവും ലഭിച്ചു. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? ചോദ്യമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് 5-ാമത്തെ ന്യായവിധിയിലേക്ക് കടക്കാം. ദൂതന്മാരെ വിളിക്കും വിശുദ്ധന്മാരുടെ യോഗ്യത എന്തുവാ? വിശുദ്ധന്മാരുടെ യോഗ്യത എന്തുവാ അവരെ വിധിക്കാൻ? വിശുദ്ധന്മാർക്ക് പ്രതിഫലമായി ലഭിക്കുന്ന അധികാരത്തിൽ ചിലതാണിത്. എല്ലാ വിശുദ്ധന്മാരും ഒരുമിച്ചിരുന്ന് അവരെ വിധിക്കുന്ന സംഗതിയില്ല. എന്നാൽ ചില വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതിനുള്ള അധികാരമാണ്. ലവോദിക്യ സഭയോട് കർത്താവ് പറയുമ്പോൾ വെളിപ്പാട് 3:21 വാക്യത്തിൽ പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ കർത്താവ് ചില ജയാളികൾക്ക് കൊടുക്കുന്ന പ്രതിഫലം ഇതാണ്. അത് നമ്മുടെ മറ്റ് യോഗ്യതകൾ കൊണ്ടല്ല. കർത്താവ് നമ്മെ വീണ്ടെടുത്തു, യേശുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നു. തുടർന്ന് ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നു. കർത്താവിനോട് ദൈവത്തിന്റെ വചനത്തോടൊക്കെ വിശ്വസ്തത പുലർത്തുന്നു എങ്കിൽ നമുക്ക് നൽകുന്ന ഒരു പാരിതോഷികം, നമുക്ക് നൽകുന്ന ഒരു പ്രതിഫലമാണ് ഈ വീണുപോയ ദൂതന്മാരെ വിധിക്കുക. അപ്പൊ നമ്മള് വിധിക്കാനിരിക്കുമ്പോഴും സ്വതന്ത്ര എന്താണ് പറയുന്നത്, അധികാരമുള്ള മന്ത്രിയല്ല, സഹമന്ത്രിമാരായിട്ടാ. ജൂറി, അവിടെ ഒറ്റ ന്യായാധിപനേ ഉള്ളൂ, ചീഫ് ജസ്റ്റിസ്. അവിടെ കീഴ്ക്കോടതികളില്ല, കൊച്ച് ന്യായാധിപന്മാരില്ല, ഡെപ്യൂട്ടീസ് ഇല്ല. ഒറ്റ ന്യായാധിപൻ, ഒറ്റ സിംഹാസനം, ഒറ്റ കോടതി. എന്നാൽ ആ മുഖ്യ ന്യായാധിപനോട് കൂടെ ഇരിക്കാൻ കർത്താവ് വരം നൽകുമെന്ന് വാഗ്ദത്തം തന്നിട്ടുള്ളതാണ്. ആ വാഗ്ദത്തപ്രകാരം അത് പ്രതിഫലമായി ലഭിക്കുന്ന വിശുദ്ധന്മാർ ജൂറിയായിട്ട് കർത്താവിനോട് കൂടെ ഇരിക്കും. അല്ലാതെ സ്വതന്ത്ര ഭരണമല്ല നമുക്ക് ലഭിക്കുന്നത്, കർത്താവിനോട് കൂടെയാണ്. അപ്പോൾ വിശുദ്ധന്മാരുടെ ഈ ന്യായവിധി നടത്താനുള്ള അധികാരമെന്ന് പറയുന്നത് ഇതാണ്. കർത്താവ് നമുക്ക് തരുന്ന പ്രതിഫലത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരും ഒരുപോലെ ഇരുന്ന് വിധിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നവർക്ക്
അതായിരിക്കും. വ്യക്തമാണോ? മറ്റെന്തെങ്കിലും? അപ്പോൾ വിശുദ്ധന്മാർ വീണുപോയ ദൂതന്മാരെ വിധിക്കും. അതും ദൈവം ഈ വീണുപോയ ദൂതന്മാരെ താഴ്ത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും കൂടെയാണ്. അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനും കൂടെയാണ്. നമ്മുടെയൊക്കെ രാജ്യങ്ങളിലും മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ ഭരണാധിപന്മാർ വന്നാൽ ചിലപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയാണ്, ബ്യൂറോക്രാറ്റ്സിനെയാണ് അയക്കാറ് അവരെ സ്വീകരിക്കാൻ. ഇല്ലെങ്കിൽ തങ്ങളുടെ സർക്കാരിലെ വേറെ ഏതെങ്കിലും മന്ത്രിമാരെ അയക്കും. അത് ഈ വരുന്ന ആളിന്റെ മഹത്വം പോലിരിക്കും. വലിയ ദേശത്തിലെ വലിയ ആളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാന ഭരണാധിപന്മാർ തന്നെ, പ്രധാനമന്ത്രി തന്നെ പോയി അവരെ ചിലപ്പോൾ സ്വീകരിക്കും. എന്നാൽ ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് ഒരു പുള്ളി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇനി അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ വന്നാലും നമ്മുടെ പ്രധാനമന്ത്രി പോയി ആ മനുഷ്യനെ സ്വീകരിക്കില്ല. കുറെ കൂടെ അവരെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി നമ്മുടെ സാധാരണ ഭാഷയങ്ങ് പറയുക, വേണേ പറയും ഒരു ഓട്ടോ വിളിച്ചെങ്കിൽ പോരാ, അങ്ങനെ ഏതായാലും പറയില്ല, പക്ഷെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇല്ലെങ്കിൽ തങ്ങളുടെ അല്ലെ നമ്മുടെ സർക്കാരിലെ വളരെ താഴ്ന്ന പ്രൊഫൈലുള്ള, വളരെ താഴ്ന്ന പദവിയിലുള്ളവരെ ആയിരിക്കാം ഇവരെ വിളിക്കാൻ വിടുന്നത്. അത് അവരോടുള്ള അമർഷവും കൂടെ പ്രകടിപ്പിക്കുക, അവരെ ഒന്നുകൂടെ താഴ്ത്തിക്കെട്ടുകയാണ്. ഇവിടെ ദൂതന്മാർ നമുക്ക് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിരുന്നവർ, നമ്മേക്കാൾ ശ്രേഷ്ഠരായി, സൃഷ്ടിപ്പിൽ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നവർ, പദവികളിൽ നമ്മേക്കാൾ ശ്രേഷ്ഠരായിരുന്നവർ. എന്നാൽ അവര് പാപം ചെയ്തതിന്റെ ഫലമായിട്ട് അവരെ കുറെ കൂടെ ഇടിച്ച് താഴ്ത്തി കാണിക്കാൻ വേണ്ടി മനുഷ്യരെ കൊണ്ട് തന്നെ അവരുടെ ന്യായവിധി നടത്തുന്നു. That right is rewarded to the saints. വിശുദ്ധന്മാർക്ക് ആ വരം, അതിനുള്ള കൃപ നൽകപ്പെടുകയാണ്. അങ്ങനെയാണ് ദൂതന്മാരെ നാം വിധിക്കുമെന്ന് പറയുന്നത്. ഈ ദൂതന്മാർക്ക് ഒന്നിനും യോഗ്യതയുള്ളവരല്ലല്ലേ, പിന്നെ അവരെ താഴ്ത്തി കെട്ടിയിട്ട് എന്ത് കിട്ടാൻ? അവരെ ന്യായം വിധിക്കുന്ന സമയത്തും അവർക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് അവിടെയും വെളിപ്പെടുത്തുക. ഒന്നും കിട്ടാനില്ല അവിടെ. എന്നാൽ അവർ അവിടെ പിന്നെയും പരിഹസിക്കപ്പെടുന്നു. അവർ അവിടെ വീണ്ടും എന്താണ് പറയുന്നത്, താഴ്ത്തപ്പെടുന്നു. അവരെ എത്രയും താഴ്ത്തി കാണിക്കാമോ അത്രയും താഴ്ത്തി കാണിക്കുന്നു. മാസ്റ്റർ പറയുന്ന പോലെ കൊലക്കുറ്റത്തിന് വിധിച്ചവനെ ചാട്ടവാറ കൊണ്ട് അടിക്കാറില്ലല്ലോ. അത് ചാട്ടവാറ കൊണ്ട് അടിക്കുകയല്ല. ഇവിടെ
ആ വിധി പ്രസ്താവിക്കുന്നത് അവരെക്കാൾ താഴ്ന്നവരെ കൊണ്ട് തന്നെ പ്രസ്താവിക്കുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യ എന്താ ചെയ്തത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇപ്പോൾ നടന്ന കൊച്ചു യുദ്ധത്തിൽ, ആ യുദ്ധത്തിന്റെ ഓപ്പറേഷന്റെ പേര് തന്നെ ഇട്ടത് ഓപ്പറേഷൻ സിന്ദൂർ. അതിനുള്ള അർത്ഥമൊക്കെ നമ്മൾ കണ്ടതാണ്. 26 പുരുഷന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ചു കൊന്നു. ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുമ്പോഴും ഭാര്യ പറയുന്നു, എന്നെയും കൂടെ കൊല്ലാൻ. ഇല്ല, നിങ്ങളെ കൊല്ലത്തില്ല. അതിനെങ്ങനെയാ പകരം വീട്ടിയത്? ഇന്ത്യയുടെ മുഴുവൻ ഓപ്പറേഷൻസിനെ കുറിച്ചും ഇന്ത്യ പാകിസ്ഥാനിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പത്രസമ്മേളനം നടത്തിയത് 2 വനിതാ ഓഫീസർമാരാ. എന്താ അർത്ഥം? ഭീകരവാദികൾ ഇന്ത്യയിലെ പുരുഷന്മാരെ കൊന്നു, സ്ത്രീകളെ വിധവമാരാക്കിയതിന്റെ പ്രതികാര നടപടി. ആ നിലയിൽ എത്രയും അവരെ അപമാനിക്കാമോ അത്രയും അപമാനിക്കത്തക്കവണ്ണം അവർ വില കൊടുക്കാത്ത, അവരെ മൂല്യമുള്ളവരായി കാണാത്ത സ്ത്രീകളെ കൊണ്ട് ചെയ്യിച്ചു. അത് കൊലക്കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചവനെ ചാട്ടക്കടിക്കുന്ന പരിപാടിയല്ല. എന്നാൽ അതിനു മുമ്പ് തന്നെ അവനെ എത്രയും പരിഹസിക്കാമോ താഴ്ത്താമോ അത്രയും താഴ്ത്തുക. ഇന്നും അത് തന്നെയാണ് കർത്താവ് ചെയ്യുന്നത്. പിശാചും അവന്റെ കൂട്ടരും ഇന്നും പ്രവർത്തിക്കുമ്പോൾ ദൈവം നേരിട്ട് പിശാചിനോട് യുദ്ധം ചെയ്തവനെ തോൽപ്പിക്കാതെ വെറും മണ്ണിൽ നിന്നും ഉണ്ടാക്കപ്പെട്ട മനുഷ്യരെ കൊണ്ട് പിശാചിന്റെ കാര്യപരിപാടികളെ ഇല്ലാതെയാക്കുന്നു, അവനെ തോൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഏറ്റവും അവസാന നിമിഷത്തിൽ മാത്രമേ സാത്താനുമായി നേരിട്ടൊരു യുദ്ധം നടക്കുന്നുള്ളൂ, ആദ്യവും അവസാനവുമായിട്ട്. അതുകൊണ്ടാണ് ഈ വീണുപോയ ദൂതന്മാരെ വിധിക്കാനായിട്ട് മനുഷ്യരെ ഏൽപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈവൻ ഇസ്രായേലിനെ വിധിക്കാൻ വേണ്ടി അവർ ഒരു വിലയും കൽപ്പിക്കാതിരുന്ന യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ നിയമിക്കുന്നത്. അപ്പൊ കർത്താവിനോട് കൂടെ നാം നിൽക്കുമ്പോൾ എത്ര വില കുറഞ്ഞവരും ഹീനന്മാരുമാണെങ്കിലും ദൈവം നമുക്ക് മതിക്കുന്ന വില അത് എല്ലായ്പ്പോഴും കർത്താവ് പ്രത്യക്ഷപ്പെടുത്തും, വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. മറ്റെന്തെങ്കിലും? പൗലോസ് ഇവിടെ പറയുന്നു, ഇങ്ങനെ ആയിരിക്കെ നമ്മുടെ ഇടയിലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരല്ലേ നമ്മളെന്ന്. നമ്മുടെ ഇടയിലെ കാര്യങ്ങളെ, നമ്മളതിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസവും കണ്ടതാണല്ലോ. സഭയിലെ വിശ്വാസികൾ 2 പേര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് സഭയ്ക്ക് പുറത്തുള്ള ന്യായാധിപനെ കോടതിയിൽ പോയി കണ്ടു, കോടതി കയറി. അപ്പോൾ പൗലോസ് ആ 6-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഇടയിൽ ഒരു വിഷയം ഉണ്ടാകുന്നത് തന്നെ ഒരു പോരായ്മയാണ്, ഉണ്ടാകാൻ പാടില്ല. ഇനി അഥവാ ഉണ്ടായി എങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ കാര്യങ്ങൾ തീർക്കണമായിരുന്നു. അല്ലെങ്കിൽ സഭാമധ്യത്തിൽ വിഷയം കൊണ്ടുവന്ന്
സഭ ആ കാര്യം തീർക്കണമായിരുന്നു. അതുമല്ലെങ്കിൽ അന്യായം ഉണ്ടായവൻ അതങ്ങ് സഹിക്കണമായിരുന്നു. ഇതിപ്പം അന്യായം ചെയ്യാൻ പാടില്ലാത്തവൻ അന്യായം ചെയ്തു, അന്യായം ഏറ്റവൻ അത് സഹിക്കണമായിരുന്നു, അവനത് സഹിച്ചില്ല. സഹിച്ചില്ലെങ്കിൽ അത് സഭയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്, അതിനും നിങ്ങൾ തയ്യാറായില്ല. സഭയ്ക്കകത്തെ വിഷയം സഭയ്ക്ക് പുറത്ത് ഉള്ളവരുമായി അവരുടെ മുമ്പിൽ വ്യവഹരിക്കാൻ നിങ്ങൾ പോയി. അതൊരു കുറച്ചിലായിട്ടാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയുള്ളവർ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് പൗലോസ് താഴെ വാക്യങ്ങളിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വന്തം പ്രസ്ഥാനത്തിനെതിരായിട്ട് കേസിന് പോകുന്ന നമ്മുടെ സഭകളിൽ എത്ര പേര് കർത്താവിന്റെ രാജ്യത്തിൽ പോകും? പോലീസ് കേസിനും കോടതി കേസിനും ഒക്കെ പോകുന്നവർ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ലക്ഷക്കണക്കിന്, ചിലപ്പോൾ കോടിക്കണക്കിനും രൂപ വക്കീൽ ഫീസായിട്ടും മറ്റും കൊടുത്ത് ഇങ്ങനെ തങ്ങളുടെ സ്വയത്തെ പുകഴ്ത്താനും താഴാൻ മനസ്സില്ലാതെയും പോകുന്നു. ആമീൻ, കർത്താവായ യേശുവേ വേഗം വരണമേ എന്നൊക്കെ ഇവര് രണ്ട് കൈയും പൊക്കി നിന്ന് പറഞ്ഞാലും ഒരർത്ഥവുമില്ലല്ലോ. നാം ഒന്നും അങ്ങനെ ആകാതിരിക്കുക. നഷ്ടം വരുത്തുന്നവരാകരുത്, നഷ്ടം സഹിക്കുന്നവരാകണം. സ്തോത്രം. അന്യായം ചെയ്യുന്നവരാകരുത്, അന്യായം ഏൽക്കുന്നവരും അത് സന്തോഷത്തോടെ സഹിക്കുന്നവരുമാകുക. ഇതൊന്നും സഭയിൽ പഠിപ്പിക്കുന്നില്ലല്ലോ പക്ഷേ. അറ്റ്ലീസ്റ്റ് ബൈബിൾ കോളേജിലെങ്കിലും ഇതൊക്കെ പഠിപ്പിക്കേണ്ടതല്ലേ? എന്നാലല്ല ദൈവദാസന്മാർ അതാത് സഭകളിൽ പഠിപ്പിക്കാൻ ഒക്കുന്നല്ലോ. നമ്മളിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, പക്ഷെ ഇതുപോലെ ആരും പഠിപ്പിക്കുന്നില്ലല്ലോ. ബൈബിൾ സ്കൂളുകളിൽ ഇപ്പൊ ഈ കൊരിന്തി ലേഖനം എന്നൊക്കെയുള്ള ലേഖനങ്ങൾ എടുത്തെടുത്ത് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിനൊന്നിനും പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ മുമ്പേ തന്നെ കണ്ട അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, അതുകൊണ്ട് അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്ന നമ്മുടെ ആൾക്കാര്, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പറയും. എന്നാൽ അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക എന്ന യാഗം, ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് ഈ യാഗത്തെക്കുറിച്ച് പറയാറില്ല. അതാണ് നമ്മുടെ വ്യാഖ്യാന ശാസ്ത്രത്തിലെയും പ്രശ്നമാ. നമുക്ക് ഇതൊന്നും കേട്ടാൽ ആൾക്കാർക്ക് ആത്മാവ് വരത്തില്ലല്ലോ. ഇതൊന്നും കേട്ടാൽ ആൾക്കാരെ കൈകൊട്ടത്തില്ലല്ലോ. പ്രസംഗകർക്ക് ഒന്ന് ഏല വിളിച്ച് എന്താണ് പറയുന്നത്, ഒന്ന് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഇവരെ പ്രസംഗം ഇങ്ങോട്ട് വരത്തില്ല. അപ്പം ഇവർക്ക് ഏല വിളിക്കണമെങ്കിൽ അവരെ സ്പർശിക്കുന്ന വികാരത്തിന് ഇക്കിളി കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഇടണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിസ്മരിക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഇടയിൽ പൊതുവെ ഒരു ധാരണയുണ്ട്, ഇതുപോലെയൊക്കെ ശാന്തമായി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആത്മാവില്ലാത്തവരാണ് ഇവരെന്ന്. പ്രസംഗത്തിനിടയ്ക്ക് അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ ഇവര് അന്യഭാഷയിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നവരല്ല എന്ന ഒരു മുദ്രയുണ്ട്. അതുകൊണ്ടൊക്കെ മനസ്സില്ലെങ്കിലും പല പാസ്റ്റേഴ്സും ആ ഒരു ഓളത്തിനങ്ങ് പോവുക. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഇവർക്കൊക്കെ ഇത് മതി, പിന്നെന്തിനാ നമ്മൾ വേറെ കിടന്ന് തലതെല്ലാം പോകുന്നത്. ശരിയാ, ജനത്തിന് ഇത് മതി. പിന്നെ ചുരുക്കം ചിലരേ ഉള്ളൂ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ പഠിപ്പിക്കാം, പ്രസംഗിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവർ. അതാ സംഭവിക്കുന്നത്. ഇതൊക്കെ സഭകളിൽ വ്യക്തതയോടെ പഠിപ്പിക്കേണ്ടതാണ്. പൗലോസ് കൈസറെ അഭയം ചൊല്ലിയെന്നവര് പറയുന്നത് നമുക്ക് അഭയം ചൊല്ലാം.
പൗലോസേ കൈസറെ അഭയം ചൊല്ലിയില്ലയോ? അപ്പൊ നമ്മളും പോയി അഭയം ചൊല്ലുക. കൈസറെ പൗലോസ് അഭയം ചൊല്ലിയത് സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. അതും ഇതും തമ്മിൽ ബന്ധമില്ല. നമ്മള് കേസിന് പോകുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. ഭാഷകൾ ഇപ്പൊ പറഞ്ഞത് കേസിന് പോകുന്നവർ പറയുന്ന ഒരു കാര്യമാണ്, പൗലോസ് കൈസറെ അഭയം ചൊല്ലി, അതുകൊണ്ട് നമുക്കും പോകാം. പൗലോസ് അല്ല അങ്ങോട്ട് പോയി കേസ് കൊടുത്തത്. പൗലോസിനെ പിടിച്ച് സഹസ്രാധിപന്റെ മുമ്പിൽ, നാടുവാഴിക്ക് മുമ്പിൽ കൊണ്ട് ആക്കുകയായിരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞതാണ്, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. അതും ദൈവത്താൽ സംഭവിച്ചതാ. പറയുന്നുണ്ട് പൗലോസേ, നീ ഇവിടെ അധികാരികൾക്ക് മുമ്പിൽ എൻ്റെ സാക്ഷിയായതുപോലെ കൈസരിയയിൽ കൈസറിന്റെ മുമ്പിലും എൻ്റെ സാക്ഷിയാകും. അപ്പോൾ കൈസറോട് വരെ സുവിശേഷം അറിയിക്കത്തക്കതുപോലെയും കൈസറിന്റെ അരമനയിൽ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയും പൗലോസിനെ ദൈവം അങ്ങനെ ഒരു കുറ്റവാളിയായി, ജയിൽ പുള്ളിയായിട്ട് അവിടേക്ക് വിട്ടതാ. അതേസമയം നമ്മുടെ കൂട്ടത്തിലോ? അതുകൊണ്ട് പൗലോസ് അടുത്ത ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, കൈസറിന്റെ കൊട്ടാരത്തിലുള്ളവരും ചിലർ സുവിശേഷം കേൾക്കാനും വിശ്വസിക്കാനും കാരണമായി. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലും പൗലോസ് പറയുന്നു, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അതേസമയം ഈ വാക്യം എടുത്തുകൊണ്ട് കേസിന് പോകുന്ന നമ്മുടെ കേരളത്തിലെ റെവറൻഡുമാരോട്, പാസ്റ്റർമാരോട്, നമ്മുടെ കേരളത്തിലെ ചില കോടതികളിലെ ജഡ്ജിമാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ ഈ പെറ്റീഷന്റെ കീഴിൽ പാസ്റ്റർ എന്നും റെവറൻഡ് എന്നും വെക്കാനെന്ന്? അപ്പൊ നേരെ തിരിച്ചാത്. ഇത് സഹോദരന് നേരെ കോടതി പോവുക. പൗലോസിനെ മറ്റുള്ളവർ പിടിച്ചേൽപ്പിച്ചതു. ഇപ്പൊ നമ്മളെ പ്രതിയാക്കിയാൽ നമുക്ക് കോടതി കയറിയേ പറ്റൂ. എന്നാൽ വാദിയായിട്ട് കോടതി കയറാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെ പ്രതിയാക്കി കയറ്റിയാൽ പോയേ പറ്റൂ. പൗലോസ് അങ്ങനെയാ പോയത്. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പോലെ സുവിശേഷന്മാർക്കെതിരായിട്ട് കേസ് കൊടുത്ത്, അതെ, അതിനിപ്പം നമ്മളെ കോടതി കയറിയേ പറ്റൂ. നമുക്കെതിരായിട്ടാ, നമ്മളെ പ്രതിയാക്കിയാ കൊടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഇവർക്കെതിരെ കേസ് പോകാത്തത് ഇതുകൊണ്ടാണ്. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത് എന്ന് ക്രിസ്തുവിനെ കുറിച്ച് 1 പത്രോസ് 2:21 തൊട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ നമ്മൾ കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കിവർക്കെതിരെ കോടതിക്ക് പോകാമായിരുന്നു. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചിന്തകൾ ഇവിടെ ഇന്ന് നിർത്താം. 5-ാമത്തെ ന്യായവിധിയെക്കുറിച്ച് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ചയാകാം. അതുവരെ കർത്താവ് വരുന്നില്ലെങ്കിൽ അവിടെ ദൈവം നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. സ്തോത്രം. ദൈവം നമുക്ക് നിത്യതയിൽ ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും കൂടെ ഓർത്ത് സ്തോത്രം. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച മോശയെപ്പോലെ നമുക്കും നിത്യതയിൽ കർത്താവ് കരുതിയിരിക്കുന്ന കറയും വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ആ അവകാശത്തിനായി നമുക്കും മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ
അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. സ്തോത്രം. നമ്മളെ വിൽസി സിജു ഉണ്ടോ? പ്രാർത്ഥിച്ച മോനെ. എബ്രഹാം ജോസഫ് പാസ്റ്റർ ആശീർവാദവും പറഞ്ഞാട്ടെ. आइए प्रार्थना करें। हालेलुया। धन्यवाद 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 प्रभु जी। हालेलुया हालेलुया। स्वर्ग में पिता परमेश्वर, आकाश और पृथ्वी के सृष्टिकर्ता प्रभु जी, हम आपका धन्यवाद देते हैं सुंदर अवसर के लिए जो आपने हमारे जीवन में दिया। आपके चरणों में आने के लिए प्रभु आपने हमारी मदद की। प्रभु जी, आपके वचन का मनन करने के लिए, आपके वचन की आमीन हालेलुया सच्चाइयों को और भी अधिक जानने के लिए मेरे पिता आपने हमारी मदद की। इसके लिए आपका धन्यवाद देते हैं। आपके सामर्थ्य के वचन के द्वारा मेरे प्रभु, जैसे आपका वचन कहता है, आपके सामर्थ्य के वचन के द्वारा ही आपने सारी सृष्टि को बनाया और उसी के द्वारा हम सब अभी भी आमीन स्थिर खड़े हैं मेरे पिता। इसके लिए हम आपका धन्यवाद देते हैं, आपके उस वचन के लिए जो हमेशा हमें सामर्थ्य देता है। खासतौर पर मेरे प्रभु आपके दास के लिए प्रभु जी, बासंगल को भी हम आपके चरणों में सौंपते हैं। उन्हें भी बल और शक्ति दीजिए मेरे प्रभु जी, आपके लिए और अधिक उपयोग में आने के लिए, आपके नाम की महिमा उनके जीवन के द्वारा होने पाए समर्पित करते हैं। आमीन। परिवार को भी आशीषित कीजिए। हर एक प्रभु जी हालेलुया जो शारीरिक रूप से कमजोर है, बीमार है, पूर्ण चंगाई मेरे पिताजी हर एक को प्रदान कीजिए मेरे पिता। खासतौर पर प्रभु जी कल आमीन हालेलुया अलग अलग स्थानों पर होने वाले मेरे प्रभु जी आत्मिक संगतियों को भी हम याद करते हैं। हर एक आत्मिक संगतियों के ऊपर आपकी करुणा और अनुग्रह उंडेलिए मेरे प्रभु जी। हर एक जन आत्मा में सच्चाई में आपकी महिमा आराधना करने के लिए भी सहायता और मदद कीजिए मेरे पिता। हम प्रार्थना करते हैं मेरे पिताजी हालेलुया, क्योंकि आपके आगमन में देरी नहीं प्रभु जी, आपके न्याय में देरी नहीं मेरे प्रभु जी। उस न्याय का आमीन हालेलुया वो बोध हमारे जीवन में होने के लिए हमारी माँ तो सहायता कीजिए। आपसे और अधिक प्रेम करते हुए आपकी महिमा करने के लिए हम सबकी माँ तो सहायता कीजिए। आपके साथ एक करीबी रिश्ता बनाने के लिए हमारी माँ तो सहायता कीजिए। यीशु मसीह हमारे जीवन में और एक करीबी आमीन सच्चाई बनने के लिए प्रभु जी आप हमारी माँ तो सहायता कीजिए। एक बार फिर से अपने आप को आपके चरणों में सौंपते हैं, आपकी इच्छा के अनुसार चलाएं। हर एक लोगों को, जितने भी लोग प्रभु जी इस मीटिंग में जुड़ते हैं, सबको मेरे प्रभु जी आपके वचनों के द्वारा आशीष और सामर्थ्य प्रदान कीजिए। एक बार फिर से समर्पित करते आपके आगमन के लिए हमें तैयार कीजिए, पवित्रता में बढ़ाइए, वचन में स्थिर कीजिए, विश्वास में मजबूत कीजिए। अभी तक आपकी दया उंडली धन्यवाद देते हैं। यीशु मसीह के नाम से मांगते हैं, हमारी प्रार्थना कबूल कीजिए प्यारे पिता, आमीन। പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് പറയുന്നത് പരിശുദ്ധന്മാരുടെ കൂട്ടായ്മ നമ്മോടെ നമ്മുടെ ആൾക്കാലത്തും എല്ലാം കേട്ട് മനസ്സിലും നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും മാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വിജയേന്ദ്ര ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും വന്ദനം. നമ്മുടെ ജോഷുവയുടെ അപ്ഡേറ്റ് അച്ഛൻ അയച്ചിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 3/4 മണിക്കൂറോളം അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചു. ഇന്ന് ഫീവർ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അവർ 2 മണിക്കൂർ ഇരുത്തി ഫിസിയോതെറാപ്പി ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നല്ല സിംറ്റംസ് ആണ്. കർത്താവ് കൊടുത്തിട്ടുള്ള ആശ്വാസത്തിനായിട്ട് സ്തോത്രം. പൂർണ്ണാരോഗ്യത്തിനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എല്ലാവരോടുമുള്ള നന്ദി കുടുംബം നമ്മെ അറിയിക്കുന്നു. സ്തോത്രം. ഷേർലി സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. Praise Lord, Master. പ്രൈസ് ദി ലോർഡ്. ബിന്ദു സിസ്റ്റർ, സതി സിസ്റ്റർ, ബെറ്റി സിസ്റ്റർ, ജിജി സിസ്റ്റർ, ക്രിസ്റ്റീന സിസ്റ്റർ, സൗമ്യമ്മ. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. രാജു ബ്രദർ, ജോച്ചായൻ, എവറാൻ ജോസഫ് പാസ്റ്റർ, അബോങ്കിൽ. ഓക്കെ. മോനെ കുഞ്ഞിന്റെ ഗ്രാജുവേഷന് പോയല്ലോ. ഗ്രാജുവേഷൻ ഇന്നാ? ഇന്നാണോ? ഇവിടെ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഇന്നലെ അതിന്റെ ഫീസ്റ്റ് ആയിരുന്നു പരിപാടി. കൂട്ടത്തിൽ അങ്ങളിന്റെയും കഴിഞ്ഞു അല്ലേ?
ആ എന്റെയും കഴിഞ്ഞു. Okay. Praise Okay. God. Okay. Good night, Pastor. Okay. Good night. Good night. Babu, have a good day. Thank you. So good night. Praise God. Okay. എന്തോ ഇനി ഉറങ്ങിയില്ലയോ? ഇല്ല, ആ, ഓക്കെ. ഇപ്പൊ ലീവ് ചെയ്തോ. ഉം.